ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിക്ക് സഹായം മുടങ്ങിയതിൽ ഇടപെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ സഹായത്തുക തിങ്കളാഴ്ച തന്നെ നൽകാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പഠന ചെലവിന്റെ ധനസഹായം 4 മാസം മുടങ്ങിയത് പരിശോധിക്കാനും മന്ത്രിയുടെ നിർദ്ദേശം. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ചികിത്സാ പിഴവിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF ആയിരുന്നു. എന്നാൽ UDF സർക്കാരിൻ്റെ ഈ കാലത്ത് അവർക്ക് സഹായം മുടങ്ങിയെന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. ഈ വിഷയത്തിലാണിപ്പോൾ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശപ്രകാരമാണ് ഇടപെട്ടത്. തിങ്കളാഴ്ച തന്നെ അവർക്ക് ധനസഹായം ലഭിക്കാത്ത വിഷയത്തിൽ തീർപ്പുണ്ടാകുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പഠന ചെലവിൻ്റെ ധനസഹായം 4 മാസം മുടങ്ങാനുണ്ടായ സാഹചര്യം പരിശോധിക്കാനും മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചിട്ടുണ്ട്. ധനസഹായം തുടർന്നുള്ള മാസങ്ങളിൽ വിനോദിനിക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും മന്ത്രി ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.